പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. നന്മയുടെ സ്നേഹത്തിൻ്റെ പുതുവത്സരാഘോഷം കേക്ക് മുറിച്ച് നമ്മൾ കൊണ്ടാടുമ്പോൾ ഒരു കഥ കേൾക്കാം. കേക്ക് മുറിച്ചേ. അയ്യോ ആനക്കുട്ട, വേണ്ട, നീ വന്നാൽ കുഴപ്പമാകും. കൂട്ടുകാർ ബിംബുവിനെ തടഞ്ഞു. അയ്യോ ബിംബു, അരുതരുതേ, വയ്യാവേലികൾ കാട്ടല്ലേ, പുതുവർഷത്തിൻ പുത്തൻ കേക്ക് തകരാറാക്കല്ലേ കുട്ടാ. 2024 എന്നെഴുതിയ പടുകൂറ്റൻ കേക്ക് മുയൽക്കുട്ടന്മാരും മാൻകുട്ടികളും ചേർന്ന് തയ്യാറാക്കി കാട്ടരയാലിൻ ചുവട്ടിൽ മുറിക്കാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ആനക്കുട്ടൻ അങ്ങോട്ട് പാഞ്ഞെത്തിയത്. തീറ്റക്കൊതിയനായ ബിംബുവിനെ അറിയിക്കാതെ വളരെ രഹസ്യമായി തയ്യാറാക്കി മുറിക്കാൻ തീരുമാനിച്ചതാണെങ്കിലും എങ്ങനെയോ അവൻ മണത്തറിഞ്ഞു. അവൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ കൂട്ടുകാർ പേടിച്ച് കേക്ക് മാറ്റിവെച്ചു. ഹൈ, നല്ല കേക്കിൻ്റെ മണം, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് ക്രിസ്മസിന് ആരോ കേക്ക് തിന്നിട്ട് അവശിഷ്ടങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടതാ, ജിമ്മു മുയൽക്കുട്ടൻ പറഞ്ഞു. അല്ല, പുത്തൻ കേക്കിൻ്റെ മണമാണ്. എനിക്ക് തരുമോ കൂട്ടുകാരെ? സംഗതിയൊക്കെ തരാം, പക്ഷെ നീ അലമ്പാക്കരുത്, മാറി നിന്ന് കണ്ടോളണം. അങ്ങനെയുള്ള ഉറപ്പിന്മേലാണ് ബിംബുവിനെ കേക്ക് മുറിക്കുന്ന ചടങ്ങിൽ സംബന്ധിക്കാൻ അനുവദിച്ചത്. 2024 പോയി 2025 വന്നേ. പുതുവത്സരാശംസകൾ, ഹാപ്പി ന്യൂ ഇയർ എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് 24 മെഴുകുതിരികൾ ഒന്നിച്ച് ഊതിക്കെടുത്തണം. കൂട്ടുകാരെ, ഞാൻ ഊതിക്കോളാം, നിങ്ങൾ ഊതിയാൽ ഒരുമിച്ച് മെഴുകുതിരി കെടില്ല എന്ന് പറഞ്ഞ് ആനക്കുട്ടൻ തുള്ളിക്കളിച്ച് ചെന്നു. ഹാപ്പി ന്യൂ ഇയർ എന്നുറക്കെ പറഞ്ഞുകൊണ്ട് തുമ്പിക്കൈ നീട്ടി ഒരൊറ്റ ഊതൽ. കേക്കിന് മുകളിൽ നിരത്തി വച്ച മെഴുകുതിരികൾ മാത്രമല്ല, കേക്കിൻ്റെ മുകൾ ഭാഗമടക്കം പൊടിഞ്ഞു പറന്നുപോയി. ചുറ്റുപാടും നിന്ന മുയലുകളുടെയും മാനുകളുടെയും മുഖത്തും ദേഹത്തുമെല്ലാം കേക്ക് പത പോലെ പറ്റിപ്പിടിച്ചു. അവർ കരച്ചിൽ തുടങ്ങി. ഞങ്ങളുടെ കേക്ക് ഈ ആനക്കുട്ടൻ നശിപ്പിച്ചു. അവർ ആനക്കുട്ടനെ ചീത്ത വിളിച്ചു. ആനക്കുട്ട തിരുമാലി, കേക്കു നശിപ്പിച്ചില്ലേ നീ ഞങ്ങളുടെ പുതുവർഷാഘോഷം, നീ ഇന്നയ്യോ കുളമാക്കി. ലഹള കേട്ട് മുയലമ്മ ഓടിയെത്തി അവരോട് പറഞ്ഞു. സാരമില്ല മക്കളെ, നിങ്ങൾ കരയണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. മോനെ, ബിംബു മോനെ ഈ കേക്ക് മുഴുവൻ തിന്നോളൂ, എന്നിട്ടേ പതുക്കെ നടന്നു പൊക്കോട്ടോ. അവന് സന്തോഷമായി. കേക്ക് വച്ചിരിക്കുന്ന കടലാസ് പെട്ടിയടക്കം അവൻ അകത്താക്കി. ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞുകൊണ്ട് കുലുങ്ങി നടന്നുപോയി. ടണ്ടടേ ടണ്ടടേ എന്ന് പറഞ്ഞ് മുയലമ്മ മറ്റൊരു മനോഹരമായ കേക്ക് അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഹായ്, 2025 കേക്ക് സൂപ്പർ എന്ന് പറഞ്ഞ് അവർ ഉത്സാഹത്തോടെ വട്ടം കൂടി നിന്ന് കേക്ക് മുറിച്ച് പരസ്പരം പങ്കുവച്ചു. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ എന്നുറക്കപ്പാടി. ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ? ആനക്കുട്ടനെ പിണക്കിയുമില്ല, നമുക്ക് കേക്ക് മുറിക്കാനും പറ്റി. സത്യത്തിൽ അവനൊരു പാവമാണ്, വെറുതെ പിണക്കിയാൽ പ്രശ്നമാണെന്ന് മാത്രം. ഈ ശരീരവൽപ്പം മാത്രമേ ഉള്ളൂ, നല്ലവനാ. അതല്ലേ ഞാൻ അവനെ പിണക്കാതെ സന്തോഷിപ്പിച്ച് പറഞ്ഞു വിട്ടത്. മുയലമ്മ കുഞ്ഞുങ്ങളോട് പറഞ്ഞു. കുഞ്ഞുങ്ങൾ അത് കേട്ട് തല കുലുക്കി. അപ്പോഴേക്കും ആനക്കുട്ടൻ സന്തോഷത്തോടെ മൂളിപ്പാട്ടും പാടി വളരെ ദൂരെ എത്തിക്കഴിഞ്ഞു.